എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ചെറുപ്പം എങ്ങനെ നിലനിർത്താം എന്നുള്ളതാണ് കേട്ടോ. അതിനുള്ള ഒരു 10 വഴിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നല്ല ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. നല്ല ഭക്ഷണക്രമമാണ് അത്, ശരിയായ ഭക്ഷണക്രമമാണ്. അതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ സി അടങ്ങിയ ഫുഡുകളാണ് മെയിനായിട്ട് വേണ്ടത്. അതായത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതെല്ലാം അതിൽ ഉൾപ്പെടും. പിന്നെ അതുപോലെ തന്നെ കലോറി കുറഞ്ഞ ഫുഡുകൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ബാലൻസ്ഡ് ഫുഡ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ സി അടങ്ങിയ ഫുഡുകളൊക്കെ നന്നായിട്ട് കഴിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചെറുപ്പം നന്നായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സസൈസ് ആണ്, അതായത് വ്യായാമം. ഇത് നമ്മുടെ ശരീരത്തിന് തന്നെയല്ല, നമ്മുടെ ചർമ്മത്തിനും വളരെ നല്ലതാണ്. നമ്മുടെ ചർമ്മം നല്ല ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിൽ ഒന്നാണ് ഈ എക്സസൈസ് എന്ന് പറയുന്നത്. ഈ എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചർമ്മത്തിലെ ചുളിവുകൾ വരാതിരിക്കാനും അതുപോലെ തന്നെ രക്തയോട്ടം കൂട്ടാനും സഹായിക്കുന്ന ഒന്നാണ്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ടോക്സിനുകൾ പുറന്തള്ളപ്പെടാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എക്സസൈസ് ചെയ്യുന്നത് ഒരിക്കലും മോശമായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മുടെ ശരീരത്തിൽ, അതായത് വ്യായാമം അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ബോഡി ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ ചർമ്മം നിലനിർത്താനും കൂടെ എക്സസൈസ് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നന്നായി വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മുഖത്തുനിന്ന് അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ആ വ്യക്തി വെള്ളം കുടിക്കൽ കുറവാണ് എന്നുള്ളത്. ദിവസവും ധാരാളം വെള്ളം കുടിക്കുന്നത് ചർമ്മത്തിന്റെ ഭംഗി നിലനിർത്താൻ വേണ്ടി ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്താനും ഇത് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ നാലാമത്തെ സ്റ്റെപ്പാണ് ഉറക്കം എന്ന് പറയുന്നത്. നമ്മൾ ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലും അതായത് നമ്മുടെ കണ്ണിലൊക്കെ നന്നായിട്ട് പ്രതിഫലിക്കും. നമ്മൾ ഉറങ്ങിയിട്ടില്ല എന്നുള്ളത് അത് ആർക്കായാലും മനസ്സിലാകും. അപ്പൊ അങ്ങനെ നമ്മൾ ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന്റെ താഴെ കറുപ്പൊക്കെ വരാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മളെ കാണുമ്പോഴേ മനസ്സിലാവും. അപ്പൊ ഡാർക്ക് സർക്കിൾസ് ഉണ്ടായാൽ മാത്രം മതി നമ്മുടെ സ്കിന്നിൽ പ്രായം തോന്നിക്കാനായിട്ട്. അതുകൊണ്ട് നമ്മളൊരു ദിവസവും ഒരു 7 to 8 മണിക്കൂർ, അതായത് 7 മുതൽ 8 മണിക്കൂർ വരെ നന്നായിട്ട് കിടന്ന് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. അടുത്തായിട്ട് നമ്മുടെ ചർമ്മ സംരക്ഷണമാണ്. ഈ ചർമ്മം നന്നായിട്ട് സംരക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ മുഖത്തും സ്കിന്നിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ക്ലെൻസിങ്, ടോണർ, മോയിസ്ചറൈസർ, സൺസ്ക്രീൻ ഇവയൊക്കെ ശരിയായ രീതിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്തതായിട്ട് സൺസ്ക്രീൻ ആണ്. ഇത് സൂര്യനിൽ നിന്നുള്ള സംരക്ഷണത്തിൽ നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് സൺസ്ക്രീൻ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. സൺസ്ക്രീൻ കൃത്യമായിട്ട് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ചുളിവുകളും പാടുകളും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ കൃത്യമായി ഉപയോഗിച്ചാൽ നമ്മുടെ സ്കിന്നിലൊക്കെ ചുളിവുകളും പാടുകളും ഒക്കെ വരുന്നത് തടയാൻ സഹായിക്കുന്ന ഒന്നാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അതായത് ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മൾ പൊടി, പുക ഇതെല്ലാം അടിച്ച് ഭയങ്കര ഡള്ളായിട്ട് ടാൻ അടിച്ചൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം നമ്മൾ ഒന്ന് കുളിച്ച് അല്ലെങ്കിൽ ഒന്ന് ഫ്രഷായി മുഖമൊക്കെ ഒന്ന് കഴുകി എന്തെങ്കിലും നല്ല ഫേസ് പാക്ക് അപ്പം തന്നെ മോയിസ്ചറൈസർ ഒക്കെ ഇട്ട് അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ നല്ലൊരു അപ്പൊ കൃത്യമായിട്ട് വൃത്തിയായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ശരീരവും മുഖവും ഒക്കെ നല്ല വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ് അതിനകത്തെ കാര്യം എന്ന് പറയുന്നത്. എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ട്രെസ് ആണ്. നമുക്ക് എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്, പക്ഷെ എന്നാൽ അത് കൺട്രോൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ എന്തിനേലും എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ ചെയ്യാൻ ഇപ്പൊ സ്ട്രെസ് ഉണ്ടാകുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിൽ നമ്മുടെ ചുളിവുകളും അതുപോലെ തന്നെ പ്രായമാവുന്നതിന്റെ ചാൻസ് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ പ്രത്യക്ഷപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുടിയൊക്കെ കൊഴിയാനും ചാൻസ് വളരെ കൂടുതലാണ്.
അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ കൃത്യമായ മെഡിറ്റേഷൻസ്, പിന്നെ അല്ലെങ്കിൽ യോഗ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഒന്നെങ്കിൽ നന്നായിട്ട് എവിടെ പ്രെയർ ചെയ്ത്, അതുപോലെ തന്നെ ഏതെങ്കിലും പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ ഒക്കെ പോയിരിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ എന്താ പറയുക, എവിടെയെങ്കിലുമൊക്കെ യാത്രകൾ പോവുക, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പം നമുക്ക് എന്താണോ സന്തോഷം കിട്ടുന്നത് അതിലേക്ക് നമ്മൾ കൂടുതൽ എൻഗേജ്ഡ് ആവുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ എപ്പോഴും സ്ട്രെസ് ഉണ്ട്, അതുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കാതെ അപ്പൊ കൂടുതലായിട്ട് അങ്ങനെ എൻഗേജ്ഡ് ആവുക, കൂടുതൽ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആവുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ 9ാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടോണറും അതുപോലെ തന്നെ ക്ലെൻസറും മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ നമ്മുടെ സ്കിന്നിൽ യോജിച്ച അത് വേണം സെലക്ട് ചെയ്യാനായിട്ട്. അതായത് ഏറ്റവും ബെറ്റർ ആയിട്ട് ഏതാണ് നമ്മുടെ സ്കിന്നിന് പറ്റിയത് അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. 10ാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചർമ്മം എപ്പോഴും നമ്മൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ നമുക്ക് വേണ്ടത് കൊടുത്ത് സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൂടുതലൊന്നും വലിച്ചു വാരി മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഇങ്ങനെ പ്രൊഡക്റ്റുകളുണ്ടല്ലോ, അത് ആവശ്യമില്ലാതെ, അതായത് നമുക്ക് അറിയില്ലാതെ, നമ്മൾ ടെസ്റ്റ് ചെയ്യാതെ അതിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊന്നും നമ്മൾ നോക്കാതെ വാരി വലിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ പെട്ടെന്ന് തന്നെ പ്രായമാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതിന്. അത് പിന്നെ പ്രായമായ ചുക്കി ചുളിവുകളൊക്കെ വരും. അപ്പൊ അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. പിന്നെ അതുപോലെ ഫേസ് പാക്കുകളൊക്കെ യൂസ് ചെയ്യുമ്പം അതും കൃത്യമായിട്ട് നോക്കി കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ ഓരോ ഫേസ് പാക്കും ഓരോ നമ്മുടെ മുഖത്തിടുന്ന എന്ത് സാധനമാണെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ചെറുപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ള ഒരു 10 വഴികൾ എന്ന് പറയുന്നത്, കുറച്ച് പൊടിക്കൈകൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ എപ്പോഴും നമ്മൾ യങ് ആയിട്ടിരിക്കും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും